നല്ല നാളികേരവും അതിലേക്ക് ജീരകവും പച്ചമുളകും കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായി അരച്ചെടുക്കുക. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഈ അരപ്പ് തട്ടി ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ഈ കൂട്ടിന് തന്നെ എന്തൊരു മണമാണെന്നറിയാവോ, കറിവേപ്പിലയും കൂടെയൊക്കെ ഇട്ട് അരയ്ക്കുമ്പോൾ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കി കഴിയുമ്പോൾ പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. വെള്ളം ഇച്ചിരിയും കൂടി നന്നായിട്ട് ഇളക്കി അതൊന്ന് കൂട്ടെല്ലാം മിക്സാക്കിയ ശേഷം അതിലേക്ക് മുട്ട വേവിച്ചത് ഇട്ട് കൊടുക്കുക. മുട്ട വേവിച്ചത് നിങ്ങളിടുമ്പോൾ നിങ്ങളതൊന്ന് വരഞ്ഞിടുകയാണെങ്കിൽ അകത്തും കൂടി മസാല പിടിക്കും. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. അത്യാവശ്യം കുറച്ച് കൂടുതലായിട്ട് തന്നെ ഇട്ട് കൊടുത്തോളൂ കേട്ടോ. നല്ല ടേസ്റ്റാണ് വറ്റിച്ചെടുക്കുമ്പോൾ, എൻ്റെ പൊന്നേ. എന്നിട്ട് ഞാനത് ഒരു മുട്ടേനെ രണ്ടായിട്ട് മുറിച്ചും കൂടി എടുത്തിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കൂ.